ഇനി ലേസി ഐ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നത് വളരെ അർത്ഥവത്താണ് ലേസി ഐയുടെ കാര്യത്തിൽ. 3 വയസ്സ് മുതൽ 5 വയസ്സിനുള്ളിലുള്ള ആദ്യ ഐ ചെക്കപ്പ് വഴി കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ചാൽ ലേസി ഐ ഉണ്ടാകാനുള്ള സാധ്യത ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. ഇനി ലേസി ഐ കണ്ടെത്തിയാൽ അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധിക്കുന്നത് ഒരു ഒഫ്താൽമോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒപ്റ്റോമെട്രിസ്റ്റിനോ ആയിരിക്കും. ട്രീറ്റ്മെൻറ്റ് മെത്തേഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഐ പാച്ചിങ്. ഐ പാച്ചിങ് ഒരു വളരെ സിമ്പിളായിട്ടൊരു ടെക്നിക്കാണ്. ടെക്നിക്ക് വളരെ സിമ്പിളാണെങ്കിൽ പോലും ഇത് തരുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വളരെ വലുതാണ്. ഇവിടെ വിഷൻ കൂടുതലുള്ള കണ്ണ് മൂടി വെക്കുകയും വിഷൻ കുറഞ്ഞ കണ്ണിനെ കൂടുതലായിട്ട് നിർബന്ധപൂർവ്വം ഉപയോഗിക്കാൻ അനുവദിക്കുകയും അതുവഴി ബ്രെയിനും കണ്ണും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുന്നു. ഇതുവഴി ആ കാഴ്ചക്കുറവുള്ള കണ്ണിലെ വിഷൻ പതിയെ ഇമ്പ്രൂവ് ആകുന്നു. ഇതിനോട് സാമ്യമുള്ള മറ്റൊരു ചികിത്സാ രീതിയാണ് അട്രോപ്പിൻ ഐ ഡ്രോപ്പ് ട്രീറ്റ്മെൻറ്റ്. കാഴ്ചക്കുറവ് മൂലമാണ് ലേസി ഐ ഉണ്ടാകുന്നതെങ്കിൽ കണ്ണടയോ കോണ്ടാക്ട് ലെൻസോ ഉപയോഗിച്ച് വിഷൻ കറക്റ്റ് ചെയ്യുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ലേസി ഐക്ക്. ഇനി ലേസി ഐ സ്ക്വിൻറ്റ്, തിമിരമോ മറ്റു മെഡിക്കൽ കാരണങ്ങളാൽ ഉണ്ടാകുന്നതാണെങ്കിൽ ചിലപ്പോൾ സർജറി ആവശ്യമായി വന്നേക്കാം. അടുത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് വിഷൻ തെറാപ്പി.